ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. നമ്മളിന്നൊരു അടിപൊളി ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ റാഗി ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി മാത്രമല്ല ഹെൽത്തിയുമാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ കുട്ടികൾക്ക് കണ്ണും അടച്ചു കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ്. എൻ്റെ മോൾ കുറേ നാളുണ്ട് എന്നോടൊരു ബ്രൗണി ഉണ്ടാക്കാനായിട്ട് പറയുന്നു. അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ് കേട്ടോ. കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്കൊരു തിരികെ വെച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഞാനൊരു 15 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മധുരക്കിഴങ്ങും അതേപോലെ റാഗിയുമാണ്. അപ്പോൾ റാഗി ഞാൻ ഇതേപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. റാഗി ഒരു 3/4 കപ്പ് റാഗിയുടെ പൗഡറും ഒരു വലിയ മധുരക്കിഴങ്ങും കേട്ടോ. ചെറുതാണെങ്കിൽ 2 മധുരക്കിഴങ്ങ് എടുക്കാം. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ നമുക്ക് വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റാം. വെള്ളത്തിലിട്ട് ഇത് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണമെല്ലാം പകുതിയും പോകും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആവി കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് വേകും. ആ ഒരു സമയത്ത് നമുക്കൊരു 10 ഈന്തപ്പഴം എടുക്കുക. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂട് പോയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കാണിക്കുന്നത് കൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കാണിക്കുകയാണ്. പക്ഷേ നിങ്ങൾ 2 ട്രിപ്പായിട്ട് ഇത് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഉണ്ടല്ലോ, അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം നമുക്ക് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഇതോടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് തേനും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് 2 ട്രിപ്പായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്ക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഹോം മെയ്ഡ് നെയ്യാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോയും എല്ലാം കൂടെ ഈ നെയ്യും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പൊടിയായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നത് റാഗി പൗഡറാണ്. ഒരു 3/4 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഡാർക്ക് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് ഡാർക്ക് കളർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ ഈ ബ്രൗണിക്ക് നല്ല കളർ കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഒരു വട്ടമേ ഞാൻ അരിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോയും അതേപോലെ ഈന്തപ്പഴവും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതേപോലെ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ പൊടികളും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി നന്നായിട്ട് വരണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് ചോക്കോ ചിപ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ കൂട്ട് ആ ഒരു കൺസിസ്റ്റൻസി അല്ല ബ്രൗണിക്ക് കേട്ടോ. ബ്രൗണിക്ക് കുറച്ചുകൂടി ഒരു കട്ടിയാണ്. ഈ പൊടികളെല്ലാം ഇതിൽ നന്നായിട്ട് മിക്സായി വരണം. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഡാർക്ക് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുമ്പോഴാണ് ഈ ഒരു നല്ല കളർ കിട്ടുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മോൾഡ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ നമ്മൾ കുറച്ച് പുറത്തോട്ടുകൂടി തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിൽ ബേക്ക് ചെയ്തതിന് ശേഷം എടുക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് പുറത്തോട്ട് കുറച്ചുകൂടെ ബട്ടർ പേപ്പർ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ബ്രൗണിയുടെ ഈ ഒരു കൂട്ട് നമ്മൾ ഈ ഒരു മോൾഡിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇതേപോലെ. അപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് നട്ട്സോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കാഷ്യൂനട്ടും അതേപോലെ ചോക്കോ ചിപ്സ് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബദാമോ വാൽനട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതേപോലെ കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10-15 കാഷ്യൂനട്ടുണ്ട്. അതുപോലെ ചോക്കോ ചിപ്സും കൂടെ നമുക്ക് ഇതിന് മുകളിലേക്കൊന്ന് വിതറാം. അതിന് ശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് പിന്നെ ഇളകി പോരില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റായിട്ടിരിക്കും.
അപ്പോൾ നമ്മളിത് എപ്പോഴും റെഡി ആക്കുന്നതിന് മുന്നേ തന്നെ ഇതിന് ബേക്ക് ചെയ്യുന്ന പാത്രം ഒരു 15 മിനിറ്റ് തന്നെ നമ്മളിത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ബ്രൗണിയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ പാത്രം നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇത് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 35 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു 35 മിനിറ്റിന് ശേഷം നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അകം വെന്തോ നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുള്ളിൽ ആയിട്ടില്ലെങ്കിൽ നമ്മളിത് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇതിലൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ചൂടാറിയതിന് ശേഷം നമുക്കിതിങ്ങനെ പുറത്തോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. സൂപ്പറാണ് കേട്ടോ. കാണാനും അതേപോലെ കഴിക്കാനും ഹെൽത്തിയുമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനി കുട്ടികൾ ബ്രൗണിയൊക്കെ ഉണ്ടാക്കി തരാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം കേട്ടോ. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, അകം നല്ല സോഫ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ ഇനിയും മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.